ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിൽ മോദി സമുദായത്തെ അപമാനിച്ചെന്ന കേസിൽ മേൽക്കോടതിയെ സമീപിക്കാൻ രാഹുൽ തയ്യാറാകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഗുജറാത്തിൻ്റെ സൂറത്ത് കോടതി വിധിക്കെതിരെ സെഷൻസ് കോടതിയെ സമീപിക്കാൻ രാഹുൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണിപ്പോൾ വരുന്നത്. എബി ജോൺ തോമസ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. എബി, നേരത്തെ BJP നേതാക്കളടക്കം ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളെ BJPയും കേന്ദ്ര സർക്കാരും വേട്ടയാടുന്നു എന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തിയപ്പോൾ അതിന് മറുപടിയായി ചോദിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് മേൽക്കോടതിയെ സമീപിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൽ അപ്പീൽ നൽകുന്നില്ല എന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിനൊരു ഉത്തരമായിരിക്കുന്നു ഇപ്പോൾ മേൽക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമാണ് രാഹുൽ കൈക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടി ഒരുപക്ഷെ കോടതിയെ സമീപിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു പൊതുവിലുണ്ടായിരുന്നത്. എന്നാൽ നാളെ കോടതിയിൽ നേരിട്ട് ഹാജരായി ഹർജി സമർപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എത്തിയിരിക്കുകയാണ്. ഈ കേസിൻ്റെ നാൾവഴികൾ എന്തായാലും അദ്ദേഹത്തിന് കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും നാളെ കോടതിയിൽ നേരിട്ട് ഹാജരായിക്കൊണ്ട് തന്നെ ഹർജി സമർപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിലെ മുതിർന്നവരായിട്ടുള്ള നിയമവിദഗ്ധരെല്ലാം തന്നെ കൂടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഹർജിയാണ് നാളെ രാഹുൽ ഗാന്ധി സമർപ്പിക്കാനായി പോകുന്നത്. നേരത്തെ CJM കോടതിയിൽ നിന്നും ലഭിച്ച ആ ഒരു ഉത്തരവിന് ഒരു മറുപടി അത് ജില്ലാ കോടതിയിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലാകും ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ജില്ലാ കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നോ ഒരുപക്ഷെ അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് അത്ര ലാഘവത്തോടെ വിചാരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം പല സമയങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി രാഹുൽ ഗാന്ധിക്ക് ഗുജറാത്തിലെ കോടതികളിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ ഈ കേസിന്റെ നാൾവഴികളിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ കേസിന്റെ ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഹൈക്കോടതി ഇടപെടൽ പല തലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നാളെ ജില്ലാ കോടതിയെ സമീപിക്കുന്നു. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് പോകാതെ തന്നെ സുപ്രീം കോടതിയിലേക്ക് ഈ കേസിൽ എത്തുകയും വലിയ രീതിയിലുള്ള ഒരു ശക്തമായ രീതിയിലുള്ള നിയമ പോരാട്ടം തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പഴുതടച്ചുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയുള്ള ഒരു ഹർജി അല്ലെങ്കിൽ അപേക്ഷയാണ് കോടതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ ഏറ്റവും മുതിർന്നവരായിട്ടുള്ള നിയമ വിദഗ്ധരെ എല്ലാം തന്നെ അണിനിരത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു 5 അംഗ പാനലിനെ കോൺഗ്രസ് നേരത്തെ തന്നെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കോടതി നടപടിയിലേക്ക് വീണ്ടും കടക്കുന്നത്. കമലേഷ് സാരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മേൽക്കോടതി സമീപിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കോടതി വിധിയെ മാനിക്കുന്നില്ല, കോടതി വിധി അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഒരു വശത്തുകൂടെ BJPയുടെ ഭാഗത്തുനിന്നും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇത്തരത്തിൽ കോടതിയെ നേരിട്ട് സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇതിലൂടെ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് കൃത്യമായും അത് വ്യക്തമാണ്. കാരണം നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു വിഷയം എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ നിയമപരമായി തന്നെ നേരിടാൻ തന്നെയുള്ള തീരുമാനത്തിലാണ് ഉള്ളത് എന്നതാണ്. ഒപ്പം അദ്ദേഹത്തിന് നാളെ അല്ലെങ്കിൽ ഈ കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലുള്ള സ്റ്റേ ലഭിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ അയോഗ്യത തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഒരു വിഷയം സുപ്രീം കോടതിയിൽ തന്നെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള പഴുതടച്ചിട്ടുള്ള ഒരു നിയമ പോരാട്ടം തന്നെയാകും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. കമലേഷ്, എബി, ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇതിനെ വലിയ തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ വലിയ ഒരു പ്രതിപക്ഷ ഐക്യനിര രാജ്യത്ത് രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഈ നിയമ പോരാട്ടം പിന്നീടാവാം. ആദ്യം ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടത് രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടുക, അതിനെതിരായ ഒരു പ്രതിഷേധവും ഒരു ഐക്യവും രൂപപ്പെടുത്തുക എന്ന് തന്നെയായിരുന്നു എന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണ്ടേ ഈ ഘട്ടത്തിൽ? കമലേഷ്, ഈ ഒരു വിഷയത്തിൽ കോടതിയെ വളരെ വേഗം സമീപിക്കുന്നതിന് ഉള്ള കാലതാമസം അത് നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ തന്നെയാണ്. കാരണം ഈ സൂറത്ത് കോടതിയുടെ വിധി വരുമ്പോൾ തന്നെ അത് കോൺഗ്രസിന് കൃത്യമായ രീതിയിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് പറയാതെ പറയുന്ന അല്ലെങ്കിൽ പൊതുസമ്മതിച്ച് പറയുന്നില്ല എങ്കിൽ പോലും അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം കോൺഗ്രസ് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്തരത്തിലായിരുന്നു അന്ന് അല്ലെങ്കിൽ ആ രീതിയിൽ വളരെ ലാഘവത്തോടെ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം കോൺഗ്രസ് ഒരുപക്ഷെ
സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു വിഷയത്തിൽ മാനനഷ്ട കേസിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ശിക്ഷയാണ് കോടതി നൽകിയിരിക്കുന്നത്. അത് വളരെ ആ ഒരു വിധിയെ തന്നെയാണ് എല്ലാവരും വളരെ അല്ലെങ്കിൽ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടത്. അത്തരത്തിൽ പരമാവധി ശിക്ഷ നൽകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പലരും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ പരമാവധി ശിക്ഷ നൽകുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ അയോഗ്യത കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അയോഗ്യനാക്കപ്പെടണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായി ഉണ്ടായ വിധിയാണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ചില പഴുതുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, നിയമ പോരാട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സ്വയം വിമർശനത്തിന്റെ ഭാഗമായിട്ടും സ്വയം വിലയിരുത്തലിന്റെ ഭാഗമായിട്ടുമാണ് ഇത്തരത്തിൽ ഈ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വൈകൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 30 ദിവസം സാവകാശമാണ് മാർച്ച് 23-ന് കോടതി നൽകിയിരുന്നത്. അന്നത്തെ ആ വിധി വരുമ്പോൾ തന്നെ അതിനെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ളൊരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 30 ദിവസം സാവകാശം അദ്ദേഹത്തിന് മേൽക്കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി നൽകുകയും ചെയ്തിരുന്നു. ആ 30 ദിവസത്തിനുള്ളിൽ എന്തായാലും നിയമ നടപടിക്ക് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പോകുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ പഴുതടച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ഇനി ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല. അതിന് ഏറ്റവും ഗൗരവത്തിലൂടെ തന്നെ കാണേണ്ടതുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു 2 ആഴ്ചത്തെ സാവകാശത്തിൽ തന്നെ ഈ നടപടിയിലേക്ക് തന്നെ നീങ്ങുന്നത്. വളരെ പെട്ടെന്ന് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോവുക എന്നത് അല്ലെങ്കിൽ ഇനി ഒരു കോടതിയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുമെന്ന കാര്യം അത് കോൺഗ്രസും ആ രീതിയിൽ തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ജില്ലാ കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ അനുകൂലമായിട്ടുള്ള ഒരു നടപടി വളരെ വേഗം ഉണ്ടാകുമെന്ന തരത്തിലൊരു വലിയ പ്രതീക്ഷയൊന്നും കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം പല രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല ഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, തിരിച്ചടികളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനും സൂറത്തിലെ കോടതിയിൽ നിന്നും ഒപ്പം തന്നെ ഗുജറാത്തിലെ പല കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പഴുതടച്ചിട്ടുള്ള ഒരു നിയമ പോരാട്ടം ഉണ്ടാവണം. ഒരു തരത്തിലുള്ള തിരിച്ചടികളും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഈ കേസിനെ എത്തിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോലും ഇപ്പോൾ ജില്ലാ കോടതിയിൽ നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോലും കോൺഗ്രസ് പഠനത്തിന് അല്ലെങ്കിൽ ആ രീതിയിൽ പോലും പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ കോൺഗ്രസ് സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള 2 ആഴ്ചത്തെ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ ഐക്യം വലിയ രീതിയിൽ തന്നെ ഈ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നത് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ നേട്ടമായി തന്നെ കോൺഗ്രസ് കാണുകയും ചെയ്യുന്നുണ്ട്. കമലേഷ്, എബി, ഈ വിഷയത്തിൽ കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിക്കുമ്പോൾ ആദ്യത്തെ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നേരത്തെ എബി സൂചിപ്പിച്ചതുപോലെ ആശ്ചര്യം എന്നതിനപ്പുറത്തേക്ക് അല്പം സംശയത്തോടെ തന്നെയാണ് ഈ വിധിയെ കോൺഗ്രസും പൊതുവിൽ ജനങ്ങളും കാണുന്ന ഒരു സാഹചര്യമുള്ളത്. എബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അപകീർത്തി കേസുമായി ബന്ധപ്പെട്ട് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷയാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ അല്പം സംശയമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളിൽ ചിലരും മറ്റ് ചില കക്ഷി നേതാക്കളും ഒക്കെ തന്നെ പ്രതികരിച്ച് കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ വരുമ്പോൾ ഈ നടപടിയെ അല്ലെങ്കിൽ ഈ നടപടിക്ക് ഒരു തിരുത്ത് മേൽക്കോടതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സൂറത്ത് കോടതിയുടെ വിധിക്ക് പിന്നാലെ തന്നെ പാട്ന കോടതിയും അദ്ദേഹത്തിന് ഈ സമാനമായിട്ടുള്ള വിഷയത്തിൽ നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയും ഇത്തരത്തിൽ മോദി പരാമർശത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് RSSനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ പരാമർശമുണ്ടായി എന്ന രീതിയിൽ അദ്ദേഹത്തിന് വീണ്ടും മാനനഷ്ട കേസ് ഉണ്ടാകും. ഇങ്ങനെ തുടരെ അദ്ദേഹത്തിന് നിയമ നടപടി നേരിടേണ്ട അല്ലെങ്കിൽ നിയമ പോരാട്ടം നടത്തേണ്ട ഒരു സാഹചര്യം ഒന്ന് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ നടപടി തന്നെ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നത് പറയാതിരിക്കാനാവില്ല. എന്തായാലും സൂറത്ത് കോടതിയുടെ വിധിക്ക് അല്ലെങ്കിൽ ആ വിധിയെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു വിധി ഉണ്ടായില്ല എങ്കിൽ, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിലവിൽ ഉള്ള ആ ഒരു അയോഗ്യത തുടരുന്ന ഒരു സാഹചര്യം തന്നെയാവും ഉണ്ടാവുക. എന്തായാലും കോൺഗ്രസ് അത്ര രാഘവത്തോടു കൂടി ഈ ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു നടപടി വളരെ വേഗം ഉണ്ടാകും എന്നുള്ള അല്ലെങ്കിൽ ഈ 2ാമത്തെ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും സൂറത്ത് കോടതിയുടെ വിധിക്ക് അതിന് അദ്ദേഹം ജില്ലാ കോടതിയെ സമീപിക്കാൻ വേണ്ടി നാളെ എന്തായാലും പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ
പ്രതീക്ഷയോടുകൂടി തന്നെ ഇരിക്കുമ്പോൾ പോലും അത്ര പെട്ടെന്ന് ഈ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കുറ്റമുക്തനാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ എന്തായാലും കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ വിചാരിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു ഘട്ടത്തിൽ ആ ഒരു നിലയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്ക് പോകാതെ തന്നെ ഇനി ഒരു തിരിച്ചടി ഒരുപക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്ഥിതി തന്നെ തുടരട്ടെ എന്നൊരുപക്ഷെ ജില്ലാ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പഴുതടച്ചിട്ടുള്ള നിയമ പോരാട്ടം തന്നെ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. നമുക്കറിയാം തുടരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു സംശയദൃഷ്ടിയോടുകൂടി തന്നെ കോൺഗ്രസും ഒപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളും ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുകയും ഒപ്പം തന്നെ പ്രതിപക്ഷ ഐക്യം ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത്. റൈറ്റ്. മോദി പരാമർശത്തിൽ കോടതി വിധിക്കെതിരെ രാഹുൽ ഗാന്ധി അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ സൂറത്ത് സെഷൻസ് കോടതിയിൽ ഇതിനെതിരായ അപ്പീൽ നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ BJPയും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു വിഷയം, എന്തുകൊണ്ട് ഇതിനെ നിങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത് എന്തേ എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടി വളരെ ആലോചിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ വിഷയത്തിൽ ഒരു നീക്കം കോൺഗ്രസ് നടത്തുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. എബി ജോൺ തോമസ് ആണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.